കുരങ്ങിനും മുതലയും. പണ്ടൊരിക്കൽ ഒരു പുഴയിൽ ഒരു വയസ്സനായ ഒരു മുതലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ, കുരങ്ങാ, നീ എന്താണ് കഴിക്കുന്നത്? ഞാനൊരു അത്തിപ്പഴം, എനിക്കും തരുമോ അത്തിപ്പഴം? അതിനെന്താ? അങ്ങനെ മുതലേക്ക് കൊടുത്തു. നല്ല കൂട്ടുകാരായി. അങ്ങനെ, ഇതാ ഈ അത്തിപ്പഴം നിന്റെ ഭാര്യയ്ക്ക് കൊണ്ടുകൊടുത്തോളൂ. അങ്ങനെ ഭാര്യയ്ക്ക് കൊണ്ടുകൊടുത്തിട്ട് പറയും, ഇത് നോക്ക്, കുരങ്ങൻ തന്ന അത്തിപ്പഴ. ഓ, ഈ അത്തിപ്പഴത്തിന്റെ കുരങ്ങിന്റെ ഹൃദയത്തിന് എന്തും മധുരമായിരിക്കും. ഞാൻ മാംസം കഴിച്ചിട്ട് കുറേ കാലായി, എനിക്ക് ആ കുരങ്ങിന്റെ ഹൃദയം വേണം. അപ്പൊ മുതലാ പറഞ്ഞു, എന്ത് ഹൃദയോ? ഹൃദയമൊക്കെ മുതലേ കുരങ്ങനെന്റെ കൂട്ടുകാരനാണ്, ചത്തുപോവും. അതൊന്നും എനിക്ക് അറിയണ്ട. എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം വേണം. അല്ലെങ്കിൽ ഞാൻ നിന്നോട് മിണ്ടില്ല. കാരണം കുരങ്ങിന് മുതലേക്ക് സങ്കടമായി പോയി. കുരങ്ങാ, നിന്റെ ഭാര്യയ്ക്ക് സന്തോഷമായി നിന്റെ അത്തിപ്പഴം കണ്ടിട്ട്. വാ, നിന്റെ ഭാര്യ സദ്യക്ക് വിളിച്ചിട്ടുണ്ട്. അതെയോ? എന്നാൽ നമുക്ക് പോവാം. അങ്ങനെ നീന്തി കുറച്ചായപ്പോ മുതലേക്ക് സങ്കടമായി. കുരങ്ങാ, ഞാനൊരു കാര്യം പറയാനുണ്ട്. പിന്നെ എന്തായാലും നിന്നെ സദ്യക്കിനല്ല നിന്നെ കൊണ്ടുപോകുന്നത്. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് നിന്റെ ഹൃദയം തിന്നണം. അതിനെ എൻ്റെ മുതലേക്ക് സങ്കടമായി. കുരങ്ങാ, സദ്യക്കിനല്ല നിന്നെ കൊണ്ടുപോകുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് നിന്റെ ഹൃദയം തിന്നണം, അതിനെ കൊണ്ടുപോണേ. എന്ത്? നേരത്തെ എന്നോട് പറയണ്ടേ? നമ്മൾ കുരങ്ങന്മാർ ഹൃദയം മരപ്പത്തിൽ വെച്ചിട്ടാണ് ജീവിക്കാറ്. അതെയോ? എന്നാൽ നമുക്ക് ഹൃദയം എടുത്തിട്ട് വരാം. അങ്ങനെ മരത്തിൽ എത്താറായപ്പോ കുരങ്ങൻ മരത്തിൽ ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് പറഞ്ഞു, എടാ ദുഷ്ട മുതുക്ക, നീ എൻ്റെ ചങ്ങാതില്ല, ചതിയനാണ്. എൻ്റെ ഹൃദയം വേണമല്ലോ നിനക്ക്. കുരങ്ങാ, പെട്ടെന്ന് നീ നിന്റെ ഹൃദയം എടുത്തോണ്ട് വാ. എടാ മണ്ടച്ചാരേ, ഹൃദയം ഇല്ലാതെ എങ്ങനാടാ ജീവിക്കുന്നത്? അത് മാറ്റി വേറെ വല്ലതും എടുത്തു വെക്കാൻ പറ്റുമോ? എടാ മണ്ട, അത് ചങ്ങായി, നീ ഒന്നും പറയണ്ട. ഇനി മുതൽ ദിവസം ഇങ്ങോട്ട് വരികയെ വേണ്ട. നിനക്ക് അത്തിപ്പഴവുമില്ല, എനിക്കിങ്ങനെ ഒരു ചങ്ങാതിയെ വേണ്ട. നീ മേലെ ഇവിടെ കണ്ടുപോകരുത്, പോയിക്കവിടെ. എന്നെ മുതലാകെ നാണം കെട്ട് പോയി.